ഒരു ഇംഗ്ലീഷ് വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് അറിയാമോ? ഇന്ന് നമുക്ക് അതുപോലെയുള്ള കുറച്ച് വേർഡ്സ് ഡിഫറെന്റ് സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. അതിലൊരു വേർഡാണ് ഗെറ്റ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥം ലഭിക്കുക എന്നുള്ള ഒരു മീനിങ് ഉണ്ട് കേട്ടോ. ഐ ഗോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഐ ഗോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? നിനക്ക് ഇന്നലെ എൻ്റെ മെസ്സേജ് കിട്ടിയോ? ഇങ്ങനെ ചോദിക്കാം, ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? ഇനി ഗെറ്റ് എന്നുള്ള വാക്കിന് എത്തുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഐ ഗോട്ട് ഹോം അറ്റ് 8 PM. ഐ ഗോട്ട് ഹോം അറ്റ് 8 PM എന്ന് പറഞ്ഞാൽ ഞാൻ 8 മണിക്ക് വീട്ടിലെത്തി. വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ ഇവിടെ എപ്പോഴെത്തിയത്? വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? ഇനി ഗെറ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ഐ ഡിഡ്ന്റ് ഗെറ്റ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാണ്. ഓക്കെ, ഇനി ഗെറ്റ് ആകുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഡോണ്ട് ഗെറ്റ് ആംഗ്രി. ദേഷ്യം വരരുത്. ഡോണ്ട് ഗെറ്റ് ആംഗ്രി. ഷി ഗോട്ട് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാലോ അവൾ എക്സൈറ്റഡ് ആയി മീനിങ് ഉണ്ട്. നെക്സ്റ്റ് വേർഡ് നമുക്ക് പഠിക്കാം, ടേക്ക്. ഒന്നാമത്തെ ഒരു മീനിങ് ആണ് എടുക്കുക. ടേക്ക് ദിസ് ബാഗ്. ഈ ബാഗ് എടുക്കൂ. ടേക്ക് ദിസ് ബാഗ്. കെൻ ഐ ടേക്ക് യുവർ പെൻ? എന്റെ പെൻ ഒന്ന് എടുക്കട്ടെ. കെൻ ഐ ടേക്ക് യുവർ പെൻ? ഇനി ടേക്കിന് സമയം എടുക്കുക എന്നുള്ളൊരു മീനിങ് വരും. ഇറ്റ് ടേക്സ് 10 minutes. ഇറ്റ് ടേക്സ് 10 minutes എന്ന് പറഞ്ഞാൽ ഇതിന് 10 മിനിറ്റ് എടുക്കുമെന്നാണ്. ഓക്കെ, ഇനി ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് എങ്ങനെ വരാം? ടേക്ക് മീ ടു ദ സ്റ്റേഷൻ. ടേക്ക് മീ ടു ദ സ്റ്റേഷൻ. എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ഐ വിൽ ടേക്ക് യു ഹോം എന്ന് പറഞ്ഞാലോ ഞാൻ നിന്നെ വീട്ടിലെത്തിക്കും. ഐ വിൽ ടേക്ക് യു ഹോം. ദെൻ ടേക്കിന് മരുന്ന് കഴിക്കുക എന്നുള്ളൊരു മീനിങ്ങിലും വരും. ടേക്ക് ദിസ് മെഡിസിൻ ട്വൈസ് എ ഡേ. ടേക്ക് ദിസ് മെഡിസിൻ ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെഡിസിൻ ദിവസം 2 പ്രാവശ്യം കഴിക്കുമെന്നാണ്. നെക്സ്റ്റ് റൺ. റൺ എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ് അർത്ഥം അല്ലേ? ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? ഹി റൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ അവൻ വേഗത്തിൽ ഓടും. ഹി റൺസ് ഫാസ്റ്റ്. ഇനി റണ്ണിന് പ്രവർത്തിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. മൈ ഫോൺ ഇസ് നോട്ട് റണ്ണിങ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഫോൺ ശരിയായി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. മൈ ഫോൺ ഇസ് നോട്ട് റണ്ണിങ് പ്രോപ്പർലി. ദ മെഷീൻ ഇസ് റണ്ണിങ്. മെഷീൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ മെഷീൻ ഇസ് റണ്ണിങ്. ഇനി റണ്ണിന് ബിസിനസ് നടത്തുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഷി റൺസ് എ സ്മോൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നു എന്നാണ് അർത്ഥം. ഷി റൺസ് എ സ്മോൾ ഷോപ്പ്. ഇനി നമുക്ക് സെറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് നോക്കാം. വെക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ വരും. സെറ്റ് ദ പ്ലേറ്റ് ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞാലോ പ്ലേറ്റ് ടേബിളിൽ വെക്കൂ. സെറ്റ് ദ പ്ലേറ്റ് ഓൺ ദി ടേബിൾ. ഇനി സെറ്റ് റെഡിയാക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഐ സെറ്റ് ദ അലാം. ഞാൻ അലാം റെഡിയാക്കി. ഐ സെറ്റ് ദ അലാം. ഇനി സെറ്റ് അസ്തമിക്കുക എന്നുള്ളൊരു മീനിങ് വരും. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.